എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റുന്നൊരു പെണ്ണിനെ കിട്ടുമ്പോൾ നിങ്ങൾ പറ, ഞാൻ വന്ന് താലി കെട്ടി ഭാര്യയാക്കി കൂടെ കൊണ്ടുവന്നോളാം. അതിന് എന്നേക്കാൾ എത്ര വയസ്സേറിയവളായാലും എനിക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പണവും കൊടുക്കാം. എൻ്റെ കുഞ്ഞിന് പാലൂട്ടിയാൽ മാത്രം മതി. വരുന്നവർ കരഞ്ഞു തളർന്ന് തൻ്റെ നെഞ്ചോരം പതിഞ്ഞു കിടക്കുന്ന 3 മാസത്തോളം എത്തിയ പെൺകുഞ്ഞിനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പറയുമ്പോൾ ഡാനിയുടെ സ്വരത്തിനൊത്ത കരം അവൻ്റെ മുഖത്തില്ലെന്ന് കണ്ടെത്തി ബീന. ഡാനി, നമ്മൾ അന്വേഷിക്കുന്നത് നിനക്ക് ഭാര്യയായിട്ടൊരു പെൺകുട്ടിയാണ്. നീ പറയുന്നത് പോലൊരു കല്യാണത്തിന് പെൺകുട്ടി എവിടെ ചെന്ന് കണ്ടെത്തും നമ്മൾ? കവലച്ചന്തകളിൽ പാലിന്റെ അളവ് നോക്കി വിലയിട്ട് നാൽക്കാലിയെ വിൽക്കാറുണ്ട് ആളുകൾ. അതല്ലാതെ കറവയുള്ള പെണ്ണിനെ വിൽക്കുന്ന സ്ഥലമോ ചന്തയോ ഒന്നും കർത്താവാണ് എനിക്കറിയില്ല. ദേഷ്യവും നിസ്സഹായതയും ഒരുപോലെ ഇടകലർന്നുകൊണ്ടുണ്ട് പറയുമ്പോൾ മുരുകന്റെ ശബ്ദത്തിലും. വിലയിട്ട് ശരീരം വിൽക്കുന്ന പ്രസവിച്ച് പാലൂട്ടുന്ന സ്ത്രീയാണെങ്കിലും അവളെ എൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് മുരുകണ്ണ. എനിക്കെൻ്റെ കുഞ്ഞാണ് വലുത്. ഇവളേക്കാൾ മൂല്യമില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഇന്ന്. ഇവളെയുള്ളൂ എനിക്ക് ഭൂമിയിൽ ഇന്ന് സ്വന്തമായി. ഡാനിയുടെ സംസാരം കേട്ടവരുടെ എന്തോ മറുപടി പറയാൻ ഒരുങ്ങിയ മുരുകനെ വേണ്ടെന്ന പോലെ ബീന വിലക്കുമ്പോൾ ബീനയെപ്പോലെ അയാളും കണ്ടിരുന്നു ഡാനിയുടെ മിഴികളിലെ പെയ്യാൻ കാത്തു നിൽക്കുന്ന കണ്ണീർ മുത്തുകളെ. ഡാനി, നീ പറഞ്ഞതുപോലെ തന്നെ മുലയൂട്ടുന്ന പെണ്ണിനെ ആവശ്യമുണ്ടെന്ന പരസ്യം എല്ലാ ഓൺലൈൻ മീഡിയയിലും കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ആരെങ്കിലും വിളിക്കുമോ എന്ന്. ഡാനിയുടെ നിറവിഴികൾ തൻ്റെ ഉള്ളിൽ വരുത്തിയ നനവോടെ മുരുകൻ പറഞ്ഞതിന് തലയൊന്ന് ഇളക്കിയവൻ. ബീന ചേച്ചി, ഞാനൊന്ന് മോളെ തൊട്ടിൽ കിടത്തിയിട്ട് ഫ്രഷായി വരാം. ചേച്ചി റൂമിൽ ഉണ്ടാവണേ. ഇനിയും കരയിപ്പിച്ചാൽ എൻ്റെ കുഞ്ഞ് പറ്റെ തളർന്നു പോകും. തനിക്ക് പറയാനുള്ളതെല്ലാം മുരുകനോട് പറഞ്ഞു കഴിഞ്ഞതും റൂമിലേക്ക് കയറി ഡാനിയെ ബീനയെ പറഞ്ഞേൽപ്പിച്ചതുപോലെ കുഞ്ഞിനെ അവൾ അറിയാതെ അത്ര ശ്രദ്ധയോടെ തൊട്ടിൽ കിടത്തി ബാത്റൂമിലേക്ക് കയറിയതും ശബ്ദമുണ്ടാക്കാതെ തൊട്ടിലിനോരം വന്നു നിന്നു ബീന. ഒരു ചെറിയ ശബ്ദം മതി കുഞ്ഞുണരാൻ. ഉണർന്നാൽ പിന്നെ കരച്ചിലാണ്. ആ കരച്ചിൽ അവസാനിക്കുന്നതോ തളർന്നു മയങ്ങിയിട്ടും. അമ്മയുടെ മാറിടം തേടി മുഖം ഉരുട്ടി കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് പരതി ഒടുവിൽ തേങ്ങിക്കരയുന്ന കുഞ്ഞിനെ ഓർത്തതും നിറഞ്ഞു ബീനയുടെ മിഴികൾ. അവരുടെ കണ്ണുകൾ ആ മുറിയിലാകെ കറങ്ങിയതും കണ്ടു. നിറചിരിയുമായി നിൽക്കുന്ന ഡാനിയുടെ, സിനിമോളുടെയും പീറ്ററിൻ്റെയും പല വിധത്തിലുള്ള ഫോട്ടോകൾ. കുഞ്ഞുനാളിലെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഡാനിയുടെ ഈ ഭൂമിയിലെ ആകെയുള്ള രക്തബന്ധമാണ് അവൻ്റെ അനിയത്തി സാനി. മകളായിട്ടാണ് ഡാനി സാനിയെ കൊണ്ട് നടന്നിരുന്നത്. ഡാനിയുടെ കൂട്ടുകാരൻ പീറ്ററിനെ തനിക്ക് ഇഷ്ടമാണെന്നും തങ്ങൾ പ്രണയത്തിലാണെന്നും സാനി പറഞ്ഞപ്പോൾ യാതൊരു എതിർപ്പുമില്ലാതെ അവരുടെ വിവാഹം നടത്തി. ഡാനി തന്നെ പോലെ അനാഥനായ പീറ്ററിനെ വലിയ ഇഷ്ടമായിരുന്നു ഡാനിക്ക്. സന്തോഷത്തിന്റെ ദിനങ്ങൾ എത്ര പെട്ടെന്നാണ് കർത്താവെ നീ തിരിച്ചെടുത്തത്. ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ പീറ്ററും സാനിയും 1 മാസം മുമ്പ് ഈ ലോകം വിട്ടു പോയതും തീർത്തും അനാഥനായി ഡാനി. ആകെ തകർന്നു പോയൊരവസ്ഥയിൽ നിന്ന് ഡാനിയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് സാനിയുടെ 2 മാസം പ്രായമായ ഇഷമോളാണ്. അപകടം നടന്ന അന്ന് ഡാനിയുടെ കയ്യിലായിരുന്നു ഇഷമോൾ. പുറത്തു പോയപ്പോൾ അയാളെ കൊണ്ടുപോയില്ലായിരുന്നു അവർ. അതുകൊണ്ട് മാത്രമാണ് ഡാനിക്കൊരു കൂട്ടായി ഇഷമോൾ ബാക്കിയായതും. മുലപ്പാലിന് വേണ്ടി കരയുന്ന ഇഷമോളെ കണ്ടുകൊണ്ടാണ് ആ വീട്ടിലുള്ളവരെല്ലാം ഓരോ ദിവസവും ഉറങ്ങി ഉണരുന്നത്. പലപ്പോഴും കരഞ്ഞു തളർന്ന് വയ്യാതെ ഹോസ്പിറ്റലിലാവും കുഞ്ഞ്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഡാനിയുടെ കല്യാണം. അത് മുലപ്പാലുള്ളൊരു പെണ്ണ് വേണം അവന് ഭാര്യയായിട്ട്. അവളിനി എത്രക്കാരിയാണെങ്കിലും അവനത് പ്രശ്നമില്ല. ഇതെല്ലാം ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ കർത്താവേ? നിശ്വസിച്ചു പോയി ബീന. ബീനയും മുരുകനും ആ വീട്ടിലെ ജോലിക്കാരാണെങ്കിലും ഡാനിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 ആളുകൾ തന്നെയാണ് അവർ. ഇവിടെ ആരും ഇല്ലേ? 2-3 ദിവസങ്ങൾ കഴിഞ്ഞൊരു ദിവസം വൈകുന്നേരം വീടിനപ്പുറത്തു നിന്നൊരു പെൺശബ്ദം ഉയർന്നതും ബീനയ്ക്കും കുഞ്ഞിനും കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്നു ഡാനിയും. മഞ്ഞ ചുരിദാർ ധരിച്ച് വളരെയേറെ ക്ഷീണിച്ച് തളർന്ന അവശയായ ഒരു പെൺകുട്ടി. ഏറിപ്പോയാൽ 22-23 വയസ്സ് പ്രായമുണ്ടാവും. എന്താ കുട്ടി? ചോദിക്കുമ്പോൾ ഒരു വെപ്രാളമുണ്ട് ബീനയിൽ, എന്തിനെന്നറിയാതെ. എൻ്റെ പേര് ഇന്ദു. ഇവിടെ മുലയൂട്ടുന്ന സ്ത്രീയെ ആവശ്യമുണ്ടെന്ന് കേട്ട് വന്നതാണ്. കുഞ്ഞിന് പാലൂട്ടാൻ തയ്യാറാണ് ഞാൻ. ഡാനിയുടെ കയ്യിലുള്ള ഇഷമോളിലേക്ക് നോട്ടം അയച്ച് ഡാനിയെ നോക്കി വളരെ സ്വാഭാവികമെന്ന പോലെ അവൾ പറഞ്ഞതും കേട്ടതും അറിയാതെ തന്നെ ഡാനിയുടെ നോട്ടം ചെന്നത് അവളുടെ മാറിടങ്ങളിലേക്കാണ്. മുലപ്പാൽ കിരിഞ്ഞു നനഞ്ഞ് അവളുടെ ചുരിദാറിൽ കണ്ണുടക്കിയതും വേഗത്തിൽ നോട്ടം വെട്ടിച്ചു ഡാനി. നിങ്ങളുടെ പരസ്യങ്ങളിൽ പറയും പോലെ നിങ്ങളുടെ ഭാര്യയായി ഈ കുഞ്ഞിൻ്റെ അമ്മയാവാനോ പാല് കൊടുക്കാനോ പറ്റില്ല എനിക്ക്. മറിച്ച് ഇതൊരു ജോലിയായി കണ്ട് ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. കൃത്യമായ ശമ്പളവും താമസ സൗകര്യവും നിങ്ങൾ തന്നാൽ മാത്രം മതി. ഒരു ജോലിക്കാരി പറയുന്നത്ര നിസ്സാരതയോടെ കാര്യങ്ങൾ പറയുന്നവളെ ബീന ഞെട്ടിയാണ് നോക്കിയതെങ്കിൽ ഡാനിയുടെ ശ്രദ്ധയത്രയും അവളുടെ ഉറപ്പുള്ള ശബ്ദത്തിലും തൻ്റെ ഇടം നിറഞ്ഞ മുഖഭാവത്തിലുമാണ്. അത് മോനെ. ബീന എന്തോ പറഞ്ഞു തുടങ്ങിയതും കൈനീട്ടി അവരെ തടഞ്ഞു ഡാനി. അവൻ്റെ നോട്ടം ആ പെൺകുട്ടിയിൽ മാത്രമായി. ഇന്ദു പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു.
ഇന്ദുവിന് ഇവിടെ താമസിച്ച് വന്ന് ജോലി ചെയ്യാം. പക്ഷേ അതിനു മുൻപ് ഇന്ദുവിന് ഡീറ്റെയിൽസ് പറയൂ. ഏത് ജോലിയിലും ഒരു പരിചയപ്പെടുത്തൽ വേണമല്ലോ. ഡാനി പറഞ്ഞതും ഒന്ന് നിവർന്നിരുന്ന് തൻ്റെ മടിയിലെ ബാഗിൽ നിന്നും തൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ഡാനിക്ക് നേരെ നീട്ടി ഇന്ദു താനൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണോ? സർട്ടിഫിക്കറ്റിലൂടെ കണ്ണോടിച്ചതും ഡാനി ചോദിച്ചു. ആയിരുന്നു എന്ന് പറയണം സർ. 3-ാം വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. വീട്ടിലേക്ക് വരും വഴി ആരൊക്കെയോ ചേർന്ന് എന്നെ ബലം പ്രയോഗിച്ച്. ഇന്ദു പറഞ്ഞതും ഞെട്ടിയവളെ നോക്കി ഡാനി. എനിക്ക് സംഭവിച്ച ദുരന്തത്തിൽ തളർന്നു വീണ അമ്മ മരണത്തിന് കീഴടങ്ങി. അമ്മയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. സംഭവിച്ചതും നടന്നതുമായ കാര്യങ്ങൾ ഞാൻ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ ദിവസങ്ങളെടുത്തു. അപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നശിപ്പിക്കാൻ വല്ലാത്തൊരു വിധം ഒരു ജീവൻ വളർന്നിരുന്നു. എല്ലാ പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ചു. എൻ്റെ വയറ്റിലിരിക്കെ ഒരിക്കൽ പോലും ഞാനതിനെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാവാം അതൊരു അസുഖക്കാരനായത്. ജനിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 4 ദിവസം മുമ്പ് ആ ജീവൻ ഈ ഭൂമി വിട്ടു. ജീവിക്കാൻ പണം വേണ്ടേ സർ? അതിനെൻ്റെ കയ്യിൽ ഇപ്പോൾ വിൽക്കാനായിട്ടുള്ളത് സാറിൻ്റെ കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ മാത്രമാണ്. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരേപോലെ ഉപകാരം ഉണ്ടായതുകൊണ്ട്. ആരുടെയോ കഥ പറയുന്നത്ര രാഘവത്തോടെ ഇന്ദു പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഒന്ന് പകച്ചിരുന്നു ബീനയും ഡാനിയും. ബീന ചേച്ചി, ഇയാൾക്കൊരു മുറി കാണിച്ചു കൊടുക്ക. ഇന്ദു ബീന ചേച്ചിയുടെ കൂടെ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചു വാ, എന്നിട്ട് തുടങ്ങാം ജോലി. ഡാനി പറഞ്ഞതും ബീന ഇന്ദുവിനെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. ഇന്ദു വന്നതോടെ ഈശമോളുടെ കാര്യത്തിൽ എല്ലാവർക്കും സമാധാനമായത്. ദിവസങ്ങൾ പോകെ ആ വീട്ടിലെ ഒരു അംഗം തന്നെയായി ഇന്ദു. 2.5 വർഷങ്ങൾക്കിപ്പുറം തന്റെ ജോലി അവസാനിപ്പിച്ച് ഇന്ദു ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഈശമോൾ യാതൊരു വാശിയുമില്ലാതെ ഡാനിയുടെ കയ്യിലിരുന്ന് അവൾക്ക് ടാറ്റ നൽകി. ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇന്ദു ചിരിയോടെ യാത്ര പറഞ്ഞു പോയതും മോളോട് സംസാരിച്ച് ഡാനിയും വീടിനകത്തേക്ക് കയറി. ഇരുവരും ഇരുവശത്തേക്കും പോയതോടെ മുരുകന്റെ നോട്ടം വിളറി നിൽക്കുന്ന ബീനയിൽ തങ്ങി. ബീനെ, വർഷങ്ങൾ പോകെ ഡാനിയും ഇന്ദുവും കല്യാണം കഴിക്കുമെന്ന് നീ മനക്കോട്ട കെട്ടിയിട്ട് എന്തായി? എല്ലാ ബന്ധവും പ്രണയത്തിലും ജീവിതത്തിലും അവസാനിക്കുന്നത് കഥകളിൽ മാത്രമാണ്. ഇത് ജീവിതമാണ്. ഇവിടെ ഇതേ പ്രതീക്ഷിക്കാവൂ. മുരുകന്റെ സംസാരത്തിന് ബീന അവനെ ദയനീയമായി നോക്കും നേരം തന്റെ ജീവിതത്തിലെ അടുത്ത വേഷം തിരഞ്ഞ് മുന്നോട്ട് നടന്നു ഇന്ദു, തികഞ്ഞ പ്രതീക്ഷയോടെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്